ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് വില്ലൻ ആൻഡ് യു ആർ വാച്ചിങ് വില്ലൻസ് ഇന്റലിജൻസ് പ്രോഗ്രാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന CPO സ്പെഷ്യൽ ടോപ്പിക്കിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലാസ്സുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. മുൻപ് നമ്മൾ മൂന്ന് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. BNS, BNSS, BSA എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട 3 പുതിയ ലോകളുടെ ക്ലാസ് നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അത് ചെക്കൗട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 4ാമത്തെ ക്ലാസ്സുമായിട്ടാണ്. അത് കേരള പോലീസ് ആക്ട് 2011. കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള റിലേറ്റഡ് ഫാക്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണിത്. തീർച്ചയായും നിങ്ങളുടെ റാങ്ക് ഉയർത്താൻ ഈ ക്ലാസ് നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. CPO സ്പെഷ്യൽ ടോപ്പിക്സ് കേരള പോലീസ് ആക്ട് 2011 ആദ്യത്തെ ചോദ്യം. കേരള പോലീസ് ആക്ട് പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ സെക്രട്ടറി ആരാണ്? ചോദ്യം വളരെ സിമ്പിളാണ്. കേരള പോലീസ് ആക്ട് പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ സെക്രട്ടറി ആരാണ് എന്നാണ് ചോദ്യം. ആരാണ് സെക്രട്ടറി? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഓപ്ഷൻ സി, സംസ്ഥാന പോലീസ് മേധാവിയാണ്. സംസ്ഥാന പോലീസ് മേധാവിയാണ്. അപ്പൊ എന്താണ് ഈ സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ? ആരൊക്കെയാണ് അതിൽ അംഗങ്ങൾ? എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പഠിക്കേണ്ടത്? കേരള പോലീസ് ആക്ട് ബെയർ ആക്ടിൽ, ഒറിജിനൽ ആക്ടിൽ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. ഓക്കെ അല്ലേടാ? ശ്രദ്ധിച്ചേ, ഞാനിത് എവിടെ തന്നിട്ടുണ്ട്. വകുപ്പ് 24 സെക്ഷൻ 24 പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷനെ കുറിച്ച് പറയുന്നു, അഥവാ സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ. അപ്പോൾ സംസ്ഥാന സുരക്ഷാ കമ്മീഷനെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? കേരള പോലീസ് ആക്ട് KP ആക്ടിലെ വകുപ്പ് 24 എന്താ അതിൽ പറയുന്നത്? പോലീസ് സേനയുടെ ചുമതലകളും കർത്തവ്യങ്ങളും കൃത്യമായി നിർവഹിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ രൂപീകരിക്കുന്ന സമിതിയാണ് സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ. ഈ വകുപ്പ് പ്രകാരമാണ് കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. എന്താണ് പോലീസ് സേനയുടെ ചുമതലകൾ അല്ലെ? നമുക്കറിയാം, പഠിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് പോലീസ് സേനയുടെ ചുമതലകൾ, കർത്തവ്യങ്ങൾ. ഇവ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ അത് പരിശോധിക്കാൻ രൂപീകരിക്കുന്ന ഒരു സമിതിയാണ് സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ. അതാണ് സെക്ഷൻ 24 പറയുന്നത്. ആരാണ് അതിന്റെ ചെയർമാൻ? ചെയർമാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്മീഷൻ അംഗങ്ങളെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? കമ്മീഷൻ അംഗങ്ങളെ കുറിച്ച് പറയുന്ന സെക്ഷൻ 24 സബ് സെക്ഷൻ 2 കേട്ടോ. എങ്ങാനും എടുത്ത് ചോദിച്ചു കഴിഞ്ഞാലോ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. ഇങ്ങനെയാണ് നിങ്ങളുടെ ബെയർ ആക്ടിൽ പറയുന്നത്. കേരള പോലീസ് ആക്ട് ഒറിജിനലിൽ ഇങ്ങനെയാണ് പറയുന്നത് കേട്ടോ. കമ്മീഷൻ അംഗങ്ങളെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 24 സബ് സെക്ഷൻ 2. ആരാണ് ചെയർമാൻ? ചെയർമാൻ എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയാണ് കേട്ടോ. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയാണ് ചെയർമാൻ. രണ്ടാമത്തേത് നിയമവകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയാണ്. രണ്ടാമത്തെ അംഗമായിട്ട് വരുന്നത് നിയമവകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി, അഥവാ നിയമമന്ത്രിയാണ്. മൂന്നാമത്തെ അംഗമാരാണ്? പ്രതിപക്ഷ നേതാവാണ് കേട്ടോ. പ്രതിപക്ഷ നേതാവ്. അപ്പൊ ചെയർമാൻ ആരാണ്? ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി. രണ്ടാമത്തേത് നിയമവകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി. മൂന്നാമത്തേത് പ്രതിപക്ഷ നേതാവ്. നാലാമത്തെ വ്യക്തി ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും. ആരാണ്? നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയും അതിൽ അംഗമാണ്. അഞ്ചാമത്തെ വ്യക്തി ആരാണ്? ചീഫ് സെക്രട്ടറി ആണ് കേട്ടോ. എക്സ് ഒഫീഷ്യോ മെമ്പർ ആണ് അദ്ദേഹം. ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് എക്സ് ഒഫീഷ്യോ മെമ്പർ ആണ്. അടുത്ത എക്സ് ഒഫീഷ്യോ മെമ്പർ ആണ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി. ആറാമത്തെ വ്യക്തി ആരാണ്? ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആണ്, എക്സ് ഒഫീഷ്യോ ആണ്. അടുത്തത് ഏഴാമതാണ് സംസ്ഥാന പോലീസ് മേധാവി. എക്സ് ഒഫീഷ്യോ മെമ്പർ ആണ് കേട്ടോ, സംസ്ഥാന പോലീസ് മേധാവി. പിന്നെ എട്ടാമതായി വരുന്നത് ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്ന 3 അനൗദ്യോഗിക അംഗങ്ങൾ. അതായത് ഇതിലെ അനൗദ്യോഗിക അംഗങ്ങൾ ഉണ്ടായിരിക്കും. അവർ 3 പേരാണ്. ഇവരിൽ ഒരാൾ ആരായിരിക്കണം? വനിതയായിരിക്കണം. ഓക്കെ, അതിലൊരാള് വനിതയായിരിക്കണം. ഇപ്പൊ ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്ന 3 അനൗദ്യോഗിക അംഗങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ ഒരാള് തീർച്ചയായും വനിതയായിരിക്കണം. ക്ലിയർ ആയോ? അപ്പൊ അംഗങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഈ അംഗങ്ങളിൽ നിന്നാണ് ചോദ്യം വന്നത്. അപ്പൊ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് പഠിക്കാനുള്ളത് നോക്കിയേ. കമ്മീഷൻ സെക്രട്ടറിയെ കുറിച്ച് എവിടെയാണ് പറയുന്നത്? വകുപ്പ് 24 സബ് സെക്ഷൻ 3 കമ്മീഷൻ സെക്രട്ടറി ആരായിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ വകുപ്പ് 24 നമ്മൾ പഠിച്ചു, സംസ്ഥാന സുരക്ഷാ കമ്മീഷനെ കുറിച്ച്. വകുപ്പ് 24 സബ് സെക്ഷൻ 2 എന്താ പറഞ്ഞത്? സബ് സെക്ഷൻ 2 പറഞ്ഞത് കമ്മീഷൻ അംഗങ്ങൾ ആരൊക്കെയാണ്? 8 തരത്തിലുള്ള അംഗങ്ങളെ കുറിച്ച് പഠിച്ചല്ലേ. അപ്പോൾ ചെയർമാന് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിച്ചത് സെക്രട്ടറിയാണ്. സെക്രട്ടറിയെ കുറിച്ച് പരാമർശിക്കുന്നത് എവിടെയാണ്? സബ് സെക്ഷൻ 3 കമ്മീഷൻ സെക്രട്ടറി ആരാണ്? ഈ ഉപവകുപ്പ് പ്രകാരം വളരെ പ്രധാനപ്പെട്ടതായി പറയുകയാണെങ്കിൽ
ഇതിൽ പറയുന്നത് ഇപ്രകാരമാണ്: സംസ്ഥാന പോലീസ് മേധാവി സ്റ്റേറ്റ് പോലീസ് ചീഫ് കമ്മീഷൻ സെക്രട്ടറി ആയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് നിയമം എടുത്ത് നോക്കാട്ടോ. കേരള പോലീസ് ആക്ട് എന്ന് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ നോക്കുന്ന സമയത്ത് ഒറിജിനൽ ആക്ട് കിട്ടും. അതിൽ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന റെഡ് ലെറ്ററിൽ എഴുതിയ അതേപോലെ തന്നെ ആ നിയമത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഒറിജിനൽ നിയമത്തിൽ എങ്ങനെയാണോ പറയുന്നത് അതേ ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളിലേക്കും പാസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി സ്റ്റേറ്റ് പോലീസ് ചീഫ് ആയിരിക്കും കമ്മീഷന്റെ സെക്രട്ടറി എന്ന് പറയുന്നു. അതായത് സംസ്ഥാന പോലീസ് മേധാവി DGP ഈ കമ്മീഷനിലെ ഒരു അംഗം എന്നതിലുപരി കമ്മീഷന്റെ സെക്രട്ടറി എന്ന ചുമതല കൂടി വഹിക്കുന്നുണ്ട്. നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ് കേട്ടോ. അത് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 24 സബ്സെക്ഷൻ 4. സെക്ഷൻ 24 സബ്സെക്ഷൻ 4 എന്താ പറയുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളുണ്ടെന്ന്. അവരുടെ കാലാവധി 5 വർഷമാണ് കേട്ടോ. കാലാവധിയെക്കുറിച്ച് പറയുന്നത് സബ്സെക്ഷൻ 4 തുടർച്ചയായി 3 യോഗങ്ങളിൽ മതിയായ കാരണങ്ങളില്ലാതെ ഹാജരാകാതിരുന്നാൽ അംഗങ്ങളെ നീക്കം ചെയ്യാൻ ചെയർമാന് അധികാരമുണ്ട്. അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് 24 സബ്സെക്ഷൻ 5 ഇതൊക്കെ നിയമത്തിൽ പറയുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് പറഞ്ഞു തരാമെന്നാണ്. പഠിച്ചു വെക്കുക. ഒരു തവണ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ ഉൾപ്പെടുന്ന മറ്റു കാര്യങ്ങൾ തീർച്ചയായും ചോദിക്കും. അപ്പോൾ ഇതോടെ പഠിച്ചു വെക്കുക കേട്ടോ. തുടർച്ചയായിട്ട് 3 യോഗങ്ങളിൽ, അതായത് സുരക്ഷാ കമ്മീഷന്റെ 3 യോഗങ്ങളിൽ മതിയായ കാരണങ്ങളില്ലാതെ ഹാജരാകാതിരുന്നാൽ അംഗങ്ങളെ നീക്കം ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? ചെയർമാൻ അധികാരമുണ്ട് എന്ന് പറയുന്ന സെക്ഷൻ 24 സബ്സെക്ഷൻ 5 പറയുന്നത്. വ്യക്തമായല്ലോ? അപ്പൊ 24 സംസ്ഥാന സുരക്ഷാ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. സെക്രട്ടറി ആരാണ്? സംസ്ഥാന പോലീസ് മേധാവിയാണ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നിയമങ്ങളൊക്കെ പഠിച്ചു വെക്കുക. സെക്ഷൻ സബ്സെക്ഷൻ വെച്ചും ചോദിക്കാം. മനസ്സിലായല്ലോ? ചോദ്യം വളരെ സിമ്പിൾ ആണെന്ന് വിചാരിച്ച് തള്ളിക്കളയരുത്. അതിനെക്കുറിച്ച് ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോ വാക്കും അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഓക്കെ, അടുത്തതിലേക്ക് പോവാലോ. അടുത്തതിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിക്കേ. കേരള പോലീസ് ആക്ട് സെക്ഷൻ 64 താഴെ പറയുന്നവയിൽ എന്തിനെ വിശദീകരിക്കുന്നു? സെക്ഷൻ 64 ചോദ്യം കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. കേരള പോലീസ് ആക്ടിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് സെക്ഷൻ 64. താഴെ പറയുന്നവയിൽ എന്തിനെ പറ്റി വിശദീകരിക്കുന്നു? ഇതിന് ഓപ്ഷൻ ഒന്നും വേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. കമ്മ്യൂണിറ്റി പോലീസിംഗ് ആണ് നമ്മൾ എടുത്ത് പഠിക്കുന്ന കാര്യമാണ്. KP ആക്ട് എടുത്ത് പഠിക്കുന്ന സമയത്ത് കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ കുറിച്ച് പഠിക്കുന്നു. സ്ഥിരം ചോദ്യം വരുന്ന ഒരു ഏരിയയാണ് കേട്ടോ. അപ്പോൾ കമ്മ്യൂണിറ്റി പോലീസ് എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? സെക്ഷൻ 64 ഓപ്ഷൻ B ആണ് നമ്മുടെ ശരി ഉത്തരം. ഇനി എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പഠിക്കാനുള്ളത്? പഠിക്കാം. വകുപ്പ് 64 കമ്മ്യൂണിറ്റി പോലീസിംഗ്. പോലീസും പൊതുജനങ്ങളും തമ്മിലുള്ള സഹകരണം ഉറപ്പാക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുമായി കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന സംവിധാനം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഈ വകുപ്പ് പ്രതിപാദിക്കുന്നത്. ഇതിന്റെ 2 പ്രധാന ഭാഗങ്ങൾ താഴെ പറയുന്നവയാണ്. ഓക്കെ, ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ താഴെ പറയുന്നവയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാലോ. ഒന്നാമത്തേത് കമ്മ്യൂണിറ്റി ലൈസൻസ് ഗ്രൂപ്പാണ് കേട്ടോ. ലൈസൻസ് ഗ്രൂപ്പുകൾ, അതേപോലെ തന്നെ ജനസമ്പർക്ക സമിതികൾ എന്ന് പറയും, അഥവാ കമ്മ്യൂണിറ്റി കോണ്ടാക്ട് കമ്മിറ്റീസ്. കമ്മ്യൂണിറ്റി ലൈസൻസ് ഗ്രൂപ്പുകൾ എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? ഓരോ പോലീസ് സ്റ്റേഷനിലും അവിടുത്തെ പ്രദേശവാസികളെ ഉൾപ്പെടുത്തി കമ്മ്യൂണിറ്റി കോണ്ടാക്ട് കമ്മിറ്റികൾ രൂപീകരിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് അധികാരമുണ്ട്. പോലീസിന്റെ കൃത്യനിർവഹണത്തിൽ പൊതുജനങ്ങളുടെ സഹായം ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിറ്റി ലൈസൻസ് ഗ്രൂപ്പുകളുടെ ഉദ്ദേശം എന്താണ്? ഓരോ പോലീസ് സ്റ്റേഷനിലും അവിടുത്തെ പ്രദേശവാസികളെ ഉൾപ്പെടുത്തി എന്ത് ചെയ്യും? കമ്മ്യൂണിറ്റി കോണ്ടാക്ട് കമ്മിറ്റികൾ രൂപീകരിക്കും. അതിന്റെ ഉത്തരവാദിത്തം ആർക്ക് അധികാരമുള്ളത്? ജില്ലാ പോലീസ് മേധാവിക്കാണ് കേട്ടോ. എടുത്ത് തന്നിട്ടുണ്ട്, ഞാൻ അവിടെ പഠിച്ചു വെക്കാം. ജില്ലാ പോലീസ് മേധാവിക്കാണ്. പോലീസിന്റെ കൃത്യനിർവഹണത്തിൽ പൊതുജനങ്ങളുടെ സഹായം ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇനി രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത് അംഗങ്ങളെ കുറിച്ചാണ്. എന്താണ് അംഗങ്ങളെ കുറിച്ച് പറയുന്നത്? സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ ഈ സമിതിയിൽ ഉണ്ടായിരിക്കണം. അതായത് സ്ത്രീകള്, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാര്, വിവിധ തൊഴിൽ മേഖലകളിൽ നിന്നുള്ളവർ എന്നിവർക്ക് മതിയായ പ്രാതിനിധ്യം നൽകണം. ഓക്കെ, ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ സ്ത്രീകൾ എന്തുകൊണ്ട് വേണം? അതായത് ക്രിമിനൽസ് എല്ലാ സാഹചര്യത്തിലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല അല്ലെ. അപ്പോൾ പെട്ടെന്ന് കുറച്ചുകൂടി റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം, ഇപ്പോൾ എവിടെയെങ്കിലും വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു ക്രിമിനൽ ഓടിക്കേറി, അപ്പോൾ അവിടെയുള്ള സ്ത്രീകളെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്ത്രീകൾക്കല്ലേ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് സ്ത്രീകൾ തീർച്ചയായും കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കണം. പിന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാര്, അങ്ങനെയുള്ള ഏരിയാസ് അല്ലെ, ഇങ്ങനത്തെ കോളനി അങ്ങനെയുള്ള ഏരിയാസ് ഉണ്ട്, പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ക്രിമിനൽസിനൊക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏരിയകളാണ് അല്ലേ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാലും ആർക്ക് വിവരങ്ങൾ നൽകാൻ കഴിയണം? പോലീസിന് വിവരം നൽകാൻ കഴിയണമെങ്കിൽ ആ സമിതിയിൽ ഇവരുണ്ടായിരിക്കണം. പിന്നെ പല തൊഴിൽ മേഖലകളിൽ താഴേക്കിടയിൽ നിന്ന് വലിയ മുതലാളിമാരുൾപ്പെടെ എല്ലാവരും ഈ പറയുന്ന കമ്മ്യൂണിറ്റി പോലീസ് ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. ക്ലിയർ ആയല്ലോ? അടുത്തത് അയോഗ്യതകളാണ് പറയുന്നത്. മൂന്നാമതായി പറയുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻസ് ആണ്. അയോഗ്യതകൾ എന്തൊക്കെയാണ്?
ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവർ ഇതിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം ഒരു തവണ ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവരെ ഈ ക്രിമിനൽ പശ്ചാത്തലം തുടർന്നു പോവുകയാണെങ്കിൽ അവർക്ക് ഈ ക്രിമിനൽസുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടാവും. സോ സ്വന്തം കൂട്ടുകാരനോ അല്ലെങ്കിൽ സ്വന്തം അങ്ങനെയുള്ള ഒരു ആളെ എന്ത് ചെയ്യില്ല, ഇവരെ കാണിച്ചു കൊടുക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ടാണ് അവർ പാടില്ല എന്ന് പറയുന്നത് കേട്ടോ. ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവർ ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്തേത് അഴിമതി, സദാചാര വിരുദ്ധ പ്രവർത്തനം, പെരുമാറ്റ ദൂഷ്യം എന്നിവയിലൂടെ ഇവരുടെ പേരിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടവർ, കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇങ്ങനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടവര്, അഴിമതിയുടെ പേരിൽ സദാചാര വിരുദ്ധ പ്രവർത്തനം, പെരുമാറ്റ ദൂഷ്യം, നിയമത്തിൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത് കേട്ടോ, നിയമത്തിൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, അതാണ് അങ്ങനെ തന്നെ തന്നത്. ഓക്കെ, എന്നിവയുടെ പേരിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടവരെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ അവരെയും ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. ഇതാണ് ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അടുത്തത് 4 അധികാരപരിധി, ലിമിറ്റേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് ഇവർക്ക്? ഈ സമിതിക്ക് പോലീസിന്റെ നിയമപരമായ അധികാരങ്ങൾ, അതായത് കുറ്റാന്വേഷണം നടത്താനോ ക്രമസമാധാനം പാലിക്കാനോ ഉള്ള അധികാരം ഉണ്ടായിരിക്കില്ല കേട്ടോ. അതായത് ഇവർ പോലീസിനെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്, പക്ഷെ പോലീസിന് നിയമപരമായ അധികാരങ്ങളൊന്നും ഇവർക്കില്ല. കുറ്റാന്വേഷണം നടത്താൻ കഴിയില്ല, ക്രമസമാധാന പാലനമില്ല, എവിടെയെങ്കിലും എന്തെങ്കിലും ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പോലീസ് നിയന്ത്രിക്കുന്ന രീതിക്ക് ഇവർക്ക് നിയന്ത്രിക്കാനൊന്നും കഴിയില്ല. ഇവർ പോലീസിനെ സഹായിക്കാൻ മാത്രം രൂപീകരിച്ചിട്ടുള്ളതാണ്. ഇതാണ് ഇവരുടെ ലിമിറ്റേഷൻ കേട്ടോ. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന് ഞാൻ പറഞ്ഞു, അതിൽ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു, അയോഗ്യതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, അധികാരപരിധി എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. ഓക്കെ ആണല്ലോ? അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇതാണ് കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ കുറിച്ച് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ സെക്ഷൻ 64 പഠിക്കാൻ വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ് കമ്മ്യൂണിറ്റി പോലീസിങ്. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ ഇതുവരെയും ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് വെക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിച്ചിരിക്കുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. അത് ഞാൻ പിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ലൈക്ക് അടിക്കാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കുന്നവരെ അത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യന്താപേക്ഷിതമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. ഇതാ അടുത്ത ചോദ്യം. ആരാണ് ട്രാഫിക് സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കേണ്ടത്? ആരാണ് ട്രാഫിക് സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കേണ്ടത് എന്നാണ് ചോദ്യം. ആരാണത്? അത് തദ്ദേശ ഭരണ തലവനാണ് കേട്ടോ. ഓപ്ഷൻ ബി, തദ്ദേശ ഭരണ തലവനാണ്. തദ്ദേശ ഭരണ തലവനാണ്. എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പഠിക്കാനുള്ളതെന്ന് നോക്കിക്കേ. വകുപ്പ് 72 ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയെ കുറിച്ച് പറയുന്നത്. വകുപ്പ് 72 ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലും അഥവാ ലോക്കൽ അതോറിറ്റി ഏരിയയിൽ ട്രാഫിക് നിയന്ത്രണങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനായി ഒരു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ഈ വകുപ്പ് വ്യവസ്ഥ ചെയ്യുന്നു. എന്താ പറയുന്നത്? ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലും, തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധി എന്ന് പറയുന്നത് എന്താണ്? പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ അല്ലെ, ആ ഏരിയകളിലൊക്കെയാണ് പറയുന്നത്. ട്രാഫിക് നിയന്ത്രണങ്ങൾക്ക് കാര്യക്ഷമമാക്കുന്ന രീതിക്ക് ഒരു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി രൂപീകരിക്കുന്ന വകുപ്പാണ് ഇത്, വകുപ്പ് 72. ഈ സമിതിയുടെ ഘടനയെക്കുറിച്ച് പറയുന്നതാണ് 72 സബ്സെക്ഷൻ 2. ഓക്കെ, 72 സബ്സെക്ഷൻ 2 സമിതിയുടെ ഘടനയെക്കുറിച്ച് പറയുന്നത്. ആരാണ് അധ്യക്ഷൻ? ചെയർമാൻ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധ്യക്ഷനാണ് കേട്ടോ, അതായത് പ്രസിഡന്റ്. ഓക്കെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധ്യക്ഷനായിരിക്കും. പഞ്ചായത്തിലാണെങ്കിൽ ആരാണ്? ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ ആയിരിക്കും. കോർപ്പറേഷനിലാണെങ്കിലോ മേയർ ആയിരിക്കും കേട്ടോ, മേയർ. അപ്പൊ എന്താ പറഞ്ഞത്? ഈ വകുപ്പ് 72 സബ്സെക്ഷൻ 2 പ്രകാരം അധ്യക്ഷൻ, ചെയർമാൻ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധ്യക്ഷനാണ്. ഗ്രാമപഞ്ചായത്തുകളിലാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ, കോർപ്പറേഷനിലാണെങ്കിലോ മേയറാണ് കേട്ടോ. കോർപ്പറേഷൻ മേയറാണ് ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി ആരൊക്കെ ആയിരിക്കും അംഗങ്ങൾ എന്ന് പറയുന്നത്? അംഗങ്ങൾ എന്ന് പറയുന്നത് ആ പ്രദേശത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അല്ലെ, SHO ആണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. SHO ഉണ്ടായിരിക്കും. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥൻ, MVD ഡിപ്പാർട്ട്മെന്റ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, അവിടെയുള്ള വ്യക്തി. പിന്നെ പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥൻ, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്, PWD ആണ്, PWD. ഓക്കെ, പൊതുമരാമത്ത് വകുപ്പ്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? പോലീസ് ഉദ്യോഗസ്ഥൻ SHO, മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥൻ, പൊതുമരാമത്ത് വകുപ്പ് അതായത് PW ഉദ്യോഗസ്ഥൻ, പിന്നെ ജില്ലാ കളക്ടറോ സർക്കാർ നിർദ്ദേശിക്കുന്ന മറ്റൊരാളോ. ഓക്കെ, ഒന്നുകിൽ ജില്ലാ കളക്ടർ ആവാം, അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന മറ്റൊരു വ്യക്തിയും അംഗമായിട്ടുണ്ടായിരിക്കും. വ്യക്തമായിട്ട് പഠിക്കുക കേട്ടോ. മനസ്സിലാകുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? അടുത്തത് സമിതിയുടെ ചുമതലകൾ എന്തൊക്കെയാണ്? സമിതിയുടെ ചുമതലകൾ: ട്രാഫിക് ക്രമീകരണങ്ങൾ നടപ്പിലാക്കുന്നതിന് മുൻപ് ഈ സമിതി ആലോചിക്കേണ്ടതുണ്ട്. ട്രാഫിക് ക്രമീകരണങ്ങൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് ഈ സമിതിയുമായി ആലോചിക്കേണ്ടതുണ്ട്. ഇവരുടെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ്?
വാഹനങ്ങൾ നിർത്തേണ്ട സ്ഥലങ്ങൾ അഥവാ പാർക്കിംഗ് സ്ലോട്ട്സ്, സ്റ്റോപ്പുകൾ എന്നിവ നിശ്ചയിക്കുക. ഓക്കെ, ഇതൊക്കെ തിയറട്ടിക്കലായിട്ട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ, നിയമത്തിൽ എടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എത്രത്തോളം പ്രാക്ടിക്കലായ എക്സാമ്പിൾസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ നിയമത്തിൽ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. നമ്മളൊരു എക്സാം പർപ്പസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ വാഹനങ്ങൾ നിർത്തേണ്ട സ്ഥലങ്ങൾ, പാർക്കിംഗ് സ്ലോട്ട്സുകൾ, അതേപോലെ തന്നെ സ്റ്റോപ്പുകൾ നിശ്ചയിക്കണം. ട്രാഫിക് സിഗ്നലുകൾ, സൈൻ ബോർഡുകൾ എന്നിവ ഇവിടെ സ്ഥാപിക്കണമെന്ന് തീരുമാനിക്കുക. എവിടേക്കാണ് ട്രാഫിക് സിഗ്നലുകൾ വേണ്ടത്, എവിടേക്കാണ് സൈൻ ബോർഡുകൾ വേണ്ടത്? സൈൻ ബോർഡുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്കൂളുകൾ ഉണ്ടെങ്കിൽ ഒരു ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? സ്കൂളുകൾ ഉണ്ടെങ്കിൽ, ഹമ്പുകൾ ഉണ്ടെങ്കിൽ, ഓക്കെ, പെട്രോൾ പമ്പുകൾ ഉണ്ടെങ്കിലൊക്കെ സൈൻ ബോർഡുകൾ ഉണ്ടാവും അല്ലേ? സോ അങ്ങനത്തെ സൈൻ ബോർഡുകൾ എവിടെ സ്ഥാപിക്കണമെന്ന് തീരുമാനിക്കുക. റോഡുകളിലെ ഗതാഗത തടസ്സങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. റോഡുകളിലെ ഗതാഗത തടസ്സങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികളും സ്വീകരിക്കണം. ഇതൊക്കെ ഈ സമിതിയുടെ ചുമതലകളാണ് കേട്ടോ, പ്രധാന ചുമതലകളാണ്. മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങൾ? വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? വകുപ്പ് 72 72 സബ്സെക്ഷൻ 2. ഓക്കെ, വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ, പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോവാലോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. കേരള പോലീസ് ആക്ടിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിവരിക്കുന്നത് എവിടെയാണ്? വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. കേരള പോലീസ് ആക്ടിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം. ഓക്കെ, നിങ്ങൾ ആ നിയമം വായിക്കുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങനെയാണോ എന്ന് തോന്നിപ്പോകും. തീർച്ചയായും നിയമത്തിൽ അങ്ങനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നിയമം വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ കേരള പോലീസ് ആക്ടിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വ്യക്തമായി വിവരിക്കുന്നുണ്ട്. സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, സെക്ഷൻ 29 ഓപ്ഷൻ എ, സെക്ഷൻ 29 ശരി ഉത്തരം. അപ്പൊ എന്തൊക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. വകുപ്പ് 29 പോലീസ് ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട പെരുമാറ്റ രീതികൾ. മാനർ ഓഫ് കണ്ടക്ട് ഓഫ് പോലീസ് ഓഫീസർ. മാനർ ഓഫ് കണ്ടക്ട് ഓഫ് പോലീസ് ഓഫീസർ. പോലീസ് ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട പെരുമാറ്റ രീതികൾ. വകുപ്പ് 29. പോലീസ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന വകുപ്പാണിത്. ഇതിൽ പ്രധാന കാര്യങ്ങൾ ഇവയാണ്. മാന്യമായ പെരുമാറ്റം. ഡ്യൂട്ടിയിലായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പൊതുജനങ്ങളോട് ഏറ്റവും മര്യാദയോടെയും വിനയത്തോടെയും കൂടി പെരുമാറേണ്ടതാണ് കേട്ടോ. പോലീസിനെ അങ്ങനെ പെട്ടെന്ന് പിടിച്ച് നമ്മളെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഡ്യൂട്ടിയിലായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും എന്താണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പൊതുജനങ്ങളോട് ഏറ്റവും മര്യാദയോടെയും വിനയത്തോടെയും കൂടി പെരുമാറേണ്ടതാണ് എന്നാണ് ആദ്യം പറയുന്നത്. രണ്ടാമത്തേത്, വിവേചനം പാടില്ല. ലിംഗം, ജാതി, മതം, നിറം, ഭാഷ, ജനിച്ച സ്ഥലം, സാമൂഹിക നില തുടങ്ങിയ ഒന്നിൻ്റെയും പേരിൽ ആരോടും വിവേചനം കാണിക്കാൻ പാടില്ല. നിങ്ങൾ പല സിനിമയും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ജയ് ഭീം എന്ന് പറയുന്ന ഒരു സൂര്യയുടെ സിനിമയുണ്ട് അല്ലേ? സോ അതിൽ എന്താ പറയുക, ജാതി കുറഞ്ഞ ഒരാളെ പിടിച്ചിട്ട് കൊണ്ടുപോയി പോലീസുകാർ ചെയ്യുന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? സോ അങ്ങനത്തെ കാര്യങ്ങൾ. അതേപോലെ തന്നെ സാമൂഹിക നില എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റസ് ആണ്, സോഷ്യൽ സ്റ്റാറ്റസ്. അതായത് നല്ല കാശുകാരുടെ കയ്യിൽ അവരെടുത്ത് നല്ല രീതിക്ക് പെരുമാറുക, പട്ടിണിപ്പാവങ്ങളുടെ അടുത്ത് അങ്ങനെ പെരുമാറുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. വിവേചനം പാടില്ല. പിന്നെ മൂന്നാമത്തേതായി പറയുന്നത് സത്യസന്ധതയും നിഷ്പക്ഷതയുമാണ്. ജോലിയിൽ പൂർണ്ണമായ സത്യസന്ധതയും നിഷ്പക്ഷതയും പുലർത്തണം. രാഷ്ട്രീയമായോ അല്ലാതെയോ ഉള്ള യാതൊരു സ്വാധീനത്തിനും വഴങ്ങരുത്. ജോലിയിൽ പൂർണ്ണമായ സത്യസന്ധതയും നിഷ്പക്ഷതയും പുലർത്തണം. രാഷ്ട്രീയമായോ അല്ലാതെയോ ഉള്ള യാതൊരു സ്വാധീനത്തിനും വഴങ്ങരുത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. സാർ ഇതൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല, ഇതൊക്കെ എവിടെയാണുള്ളത്? തീർച്ചയായും നിങ്ങൾക്ക് ആ ഡൗട്ട് വരും. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു വരാനും സാധ്യതയുണ്ട്. അങ്ങനെ ആരും ചോദിച്ചു വരരുത്. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഈ കട്ടിങ്സ് നിങ്ങളുടെ നിയമത്തിൽ കേരള പോലീസ് ആക്ട് എന്ന് പറയുന്ന നിയമത്തിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഒറിജിനൽ നിയമത്തിൽ നിന്ന് എടുത്തതാണ്. നോക്കിക്കേ, പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം സെക്ഷൻ 29. ഡൗട്ടൊന്നുമില്ലല്ലോ? ഡ്യൂട്ടിയിലുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളോടുള്ള ഇടപെടലിൽ മര്യാദയും ഔചിത്യവും അവസരോചിതമായ സഹാനുഭൂതിയും പ്രകടിപ്പിക്കേണ്ടതും സഭ്യവും മാന്യവുമായ ഭാഷ ഉപയോഗിക്കേണ്ടതുമാണ്. ഇത് തന്നെയല്ലേ ഞാൻ മുകളിൽ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട്? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഇനി നോക്കിയാൽ നാലാമത് എന്ത് പറയുന്നു? നിയമപരമായ ഇടപെടൽ. ഏതൊരു വ്യക്തിയോട് ഇടപെടുമ്പോഴും അത് നിയമപരമായ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം. അനാവശ്യമായ ബലപ്രയോഗമോ ഭീഷണിയോ പാടുള്ളതല്ല. സഹിക്കാനുള്ള സന്നദ്ധത. സഹായം ആവശ്യപ്പെട്ട് വരുന്നവരോട് അനുഭാവപൂർവ്വം പെരുമാറുകയും ആവശ്യമായ നിയമസഹായം നൽകുകയും വേണം.
സഹായം ആവശ്യപ്പെട്ട് വരുന്നവരോട് അനുഭാവപൂർവ്വം പെരുമാറുകയും ആവശ്യ നിയമസഹായം നൽകുകയും വേണം. അല്ലാതെ ഇപ്പോൾ ഒന്നും എടുക്കാൻ പറ്റില്ല, പോടോ പുറത്തു പോടോ അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, കേസ് എടുക്കാൻ പാടില്ല, അതൊന്നും ചെയ്യില്ല, അങ്ങനെയില്ലേ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സഹായിക്കാനുള്ള സന്നദ്ധത വേണം. ഓക്കെ, പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് 24 hours ആണല്ലേ. സോ അതാണ് പറയുന്നത്, സഹായ മനോഭാവം വേണം. ക്ലിയർ ആയല്ലോ? ഇതാണ് പോലീസിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഓപ്ഷൻസ് തന്നെ പല രീതിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 29 എന്താണെന്ന് നിയമത്തിലുള്ളത് ഉൾപ്പെടെ ഞാൻ ഇവിടെ പറഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഓപ്ഷനിൽ 30, 31, 32 ഉണ്ട് അല്ലേ. ജസ്റ്റ് ഞാൻ നിയമത്തിൽ നിന്ന് തന്നെ അവിടെ തന്നിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. 30, 31, 32 നിയമത്തിൽ നിന്ന് ഞാൻ എടുത്ത കട്ടിങ്സ് ആണ്. നമുക്ക് നോക്കാം. 30 എന്താ പറയുന്നത്? പോലീസ് ഉദ്യോഗസ്ഥർ നല്ല ആരോഗ്യസ്ഥിതി കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്ന് പറയുന്നതാണ് സെക്ഷൻ 30 കേട്ടോ. അതായത് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ശാരീരികവും മാനസികവുമായ നല്ല ആരോഗ്യനില കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഓക്കെ, നിങ്ങളൊരു എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന ജയറാമിൻ്റെ ഒരു മൂവി കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. സോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പറ്റിയത് കാരണം പിന്നെ എന്ത് ചെയ്യുവാണ്, മെമ്മറീസ് അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എടുക്കാൻ പറ്റിയ മെമ്മറീസ് ആണ് അല്ലേ. അതിലുള്ള പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ നിങ്ങൾക്ക് അറിയാലോ. കുടുംബത്തിന് പറ്റിയതിന് ശേഷം മൂപ്പർ അത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാണ്, ഡൗൺ ആവുകയാണ് അല്ലേ. സോ അങ്ങനെ പാടില്ല. ശാരീരികവും മാനസികവുമായ എന്ന് എടുത്ത് പറയുന്നുണ്ട്, നല്ല ആരോഗ്യനില കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഇനി സെക്ഷൻ 31 എന്താ പറയുന്നത്? പോലീസ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ്. ഏതെങ്കിലും വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പോലീസ് അവരുടെ കർത്തവ്യ നിർവഹണത്തിനിടയിൽ ശേഖരിക്കുന്ന എല്ലാ വിവരങ്ങളും ഏതെങ്കിലും ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതല്ലാതെ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ്. മറ്റൊരാളടുത്ത് പറയാൻ പാടില്ല, ഡിസ്ക്ലോഷർ പാടില്ല. ഓക്കെ, ചില കമ്പനികളൊക്കെ NOC വയ്ക്കില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്? ഏതെങ്കിലും വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പോലീസ് അവരുടെ കർത്തവ്യ നിർവഹണത്തിനിടയിൽ ശേഖരിക്കുന്ന എല്ലാ വിവരങ്ങളും ഏതെങ്കിലും ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതല്ലാതെ, മറ്റൊരു കേസിന് ഉപയോഗപ്പെടുത്തുന്നതല്ലാതെ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് പറയുന്നതാണ് സെക്ഷൻ 31. ഇനി സെക്ഷൻ 32 എന്ത് പറയുന്നു? പോലീസ് ഉദ്യോഗസ്ഥന്റെ വിശദീകരണ ബാധ്യത. ഏതൊരു ആളിനോ അല്ലെങ്കിൽ അയാളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഏതെങ്കിലും പ്രതിനിധിക്കോ തൻ്റെ ശരീരത്തെയോ സ്വത്തിനെയോ കീർത്തിയെയോ പ്രതികൂലമായി ബാധിച്ച ഏതൊരു പോലീസ് നടപടിയുടെയും കാരണം അന്വേഷിക്കുന്നതിനും അറിയുന്നതിനും അവകാശമുണ്ടായിരിക്കുന്നതാണ്. അതായത് പെട്ടെന്ന് ഒരാളെ എന്ത് ചെയ്യാണ്, പോലീസ് ചെന്നിട്ട് അത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഓക്കെ, അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കോ അല്ലെങ്കിൽ ആ ആളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഏതെങ്കിലും പ്രതിനിധിക്കോ എന്തിനാണ് ഈ വ്യക്തിയെ കൊണ്ടുപോയത് എന്നറിയാനുള്ള അവകാശമുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നിയമത്തിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടെങ്കിലും ശരീരത്തിനോ സ്വത്തിനോ കീർത്തിക്കോ. ഓക്കെ, ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കീർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ ആ ഒരു പെട്ടെന്ന് പോലീസ് പിടിച്ചുകൊണ്ട് ഈ പറയുമ്പോൾ നാട്ടിൽ തന്നെ എന്തൊക്കെ പറയും? സോ അതാണ് പറയുന്നത്, കീർത്തിയെയോ പ്രതികൂലമായി ബാധിക്കുന്ന ഏതൊരു പോലീസ് നടപടിയും. സോ നമുക്ക് അറസ്റ്റ് സിമ്പിളായിട്ട് എടുക്കാം. അങ്ങനെ അതിൻ്റെ കാരണം അന്വേഷിക്കുന്നതിനും അറിയുന്നതിനും അവകാശമുണ്ടായിരിക്കും. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവണം. നിയമപരമായിട്ട് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണെങ്കിൽ ജാമ്യം ലഭിക്കും എന്നും അറിയിച്ചിരിക്കണം കേട്ടോ. അത് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കണക്ട് ചെയ്ത് പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഒറിജിനൽ ലോയിൽ 29, 30, 31, 32 എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. ഉത്തരമായി 29 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ചെയ്തു. ക്ലിയർ ആയല്ലോ? പറഞ്ഞതിലൊന്നും ഒരു ഡൗട്ടും ഇല്ലല്ലോ? എല്ലാം വ്യക്തമായിട്ട് മനസ്സിലായില്ലേ മക്കളെ? ഇതുവരെയും ലൈക്ക് അടിക്കാതിരിക്കുന്നവർ ഇപ്പം തന്നെ ലൈക്ക് അടിച്ച് വെച്ചേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് വളരെ വളരെ കുറവാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് കേട്ടോ. അത്രയും റിസർച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒറിജിനൽ ലോയിൽ നിന്നാണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നിരിക്കുന്നത് കണ്ടോ. ഒറിജിനൽ ലോ പോലെ റെഫർ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ എടുക്കുന്നത്. അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ലൈക്ക് അടിക്കാത്തവർ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? ശരി, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. കേരള പോലീസ് ആക്ട് 98 വകുപ്പ് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? വളരെ നേരത്തെ നമ്മൾ കമ്മ്യൂണിറ്റി പോലീസിംഗ് പഠിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്പെഷ്യൽ പോലീസ് എന്ന് പറയുന്നത്. ഏതാണ് ആക്ട്? 98 കേട്ടോ. വകുപ്പ് 98, സെക്ഷൻ 98 പറയുന്നത്. എന്താണ്? സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ് നിയമിക്കുന്നത്? ജില്ലാ പോലീസ് മേധാവിയാണ് കേട്ടോ. ജില്ലാ പോലീസ് മേധാവി, ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ജില്ലാ പോലീസ് മേധാവി എന്താണെന്ന് പഠിക്കണ്ടേ? വ്യക്തമായിട്ട് പഠിക്കുക കേട്ടോ. ഇതാ നോക്കിയേ, വകുപ്പ് 98 സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് ക്രമസമാധാന പാലനത്തിൽ പോലീസിനെ സഹായിക്കുന്നതിനായി താൽക്കാലികമായി പ്രത്യേക പോലീസ് ഓഫീസർമാരെ നിയമിക്കുന്നതിനെ കുറിച്ചാണ് ഈ വകുപ്പ് പ്രതിപാദിക്കുന്നത്.
എന്താ പറയുന്നത്? ക്രമസമാധാന പാലനത്തിനായിട്ട് പോലീസിനെ സഹായിക്കുന്നതിനായി താൽക്കാലികമായി പ്രത്യേക പോലീസ് ഓഫീസറെ നിയമിക്കുന്നതിനെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ ജാവ എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ട്, കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അതിൽ പറയുന്ന സംഭവമാണ് കേട്ടോ അത്, സ്പെഷ്യൽ പോലീസിംഗ് എന്ന് പറയുന്ന സംഭവം. എന്താണ് ഇതിൽ പറയുന്നത്? നിയമനാധികാരി അഥവാ അപ്പോയിന്റിംഗ് അതോറിറ്റി ആരാണ്? സർക്കാർ ഉത്തരവുകൾക്ക് വിധേയമായി രേഖാമൂലമുള്ള ഉത്തരവിലൂടെ ജില്ലാ പോലീസ് മേധാവിക്ക് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നിയമിക്കാവുന്നതാണ്. സർക്കാർ ഉത്തരവുകൾക്ക് വിധേയമായിട്ട് രേഖാമൂലമുള്ള ഉത്തരവിലൂടെ ജില്ലാ പോലീസ് മേധാവിക്ക് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നിയമിക്കാവുന്നതാണ്. യോഗ്യതകൾ എന്തൊക്കെയാണ് പറയുന്നത്? 18-നുമാണ് കേട്ടോ, അത് ഒന്ന് മുകളിലാണ്. 18-നും 60-നും ഇടയിൽ പ്രായമുണ്ടായിരിക്കണം. 18-നും 60-നും ഇടയിൽ പ്രായമുണ്ടായിരിക്കണം. എന്താണ് യോഗ്യത? 18-നും 60-നും ഇടയിലായിരിക്കണം പ്രായം. അടുത്തത് നല്ല സ്വഭാവമുള്ളവരും ആരോഗ്യവാന്മാരുമായിരിക്കണം. നല്ല സ്വഭാവമുള്ളവരും ആരോഗ്യവാന്മാരുമായിരിക്കണം. എന്തെങ്കിലും ക്രിമിനൽ കേസുള്ള വ്യക്തിയോ അല്ലെങ്കിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയോ പറ്റില്ല. നല്ല സ്വഭാവമുള്ളവരും ആരോഗ്യവാന്മാരുമായിരിക്കണം. ഈ സേവനത്തിന് സന്നദ്ധ പ്രകടിപ്പിച്ചുണ്ടായിരിക്കണം. ഈ സേവനത്തിന് സന്നദ്ധത പ്രകടിപ്പിച്ചവരായിരിക്കണം. ഇതാണ് 3 യോഗ്യതകൾ. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? 18-നും 60-നും ഇടയിൽ പ്രായമുണ്ടായിരിക്കണം, നല്ല സ്വഭാവമുള്ളവരും ആരോഗ്യവാന്മാരുമായിരിക്കണം, ഈ സേവനത്തിന് സന്നദ്ധ പ്രകടിപ്പിച്ചവരായിരിക്കണം. ഇതാണ് യോഗ്യതകളായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ആരാണ് നിയമിക്കുന്നത്? ജില്ലാ പോലീസ് മേധാവിയാണ്. ആരുടെ ഉത്തരവ് പ്രകാരം? സർക്കാർ ഉത്തരവുകൾക്ക് വിധേയമായിട്ട്. ഇനി ആരെയാണ് നിയമിക്കുന്നത്? വകുപ്പ് 98 സബ്സെക്ഷൻ 5-ലാണ് ഇത് പറയുന്നത് കേട്ടോ. ഓക്കെ, വകുപ്പ് 98 സബ്സെക്ഷൻ 5 സാധാരണയായി വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ, മുൻ സൈനികർ, NSS, NCC, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്, SPC അല്ലേ, SPC, NCC, NSS, മുൻ സൈനികർ, വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ എന്നിവയിൽ പരിചയമുള്ളവരെയാണ് ഇത്തരത്തിൽ നിയമിക്കുന്നത്. ക്ലിയർ ആയല്ലോ? വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരാവാം, മുൻ സൈനികരാവാം അല്ലേ, അതായത് നമ്മുടെ എന്താ പറയുക റിട്ടയർ ചെയ്ത ആർമി ഉദ്യോഗസ്ഥരെ അവരെ പറ്റും. പിന്നെ NSS അല്ലേ, NSS വോളണ്ടിയേഴ്സ്, അതേപോലെ തന്നെ NCC വോളണ്ടിയേഴ്സ്, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്, SPC, ഇവരുള്ള പരിചയമുള്ളവരെയാണ് ഇത്തരത്തിൽ നിയമിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അതെവിടെയാണ് പറയുന്നത്? 98 സബ്സെക്ഷൻ 5-ലാണ് പറയുന്നത്. ഇനി ഇവരുടെ അധികാരങ്ങളും സംരക്ഷണവും എന്താണ്? ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്നവർക്ക് ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനുള്ള എല്ലാ അധികാരങ്ങളും സംരക്ഷണവും ഉണ്ടായിരിക്കും. കൂടാതെ അവർ പോലീസിന്റെ അച്ചടക്ക നിയന്ത്രണങ്ങൾക്ക് വിധേയരായിരിക്കുകയും ചെയ്യും. ഇപ്പം എന്തൊക്കെയാ പറയുന്നത്? ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്നവർക്ക് ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനുള്ള എല്ലാ അധികാരങ്ങളും എന്തുണ്ട്? അധികാരങ്ങളുമുണ്ട്, സംരക്ഷണങ്ങളുമുണ്ട്. അതേപോലെ തന്നെ കൂടാതെ അവരുടെ പോലീസിന്റെ അച്ചടക്ക നിയന്ത്രണങ്ങൾക്കും വിധേയരായിരിക്കുന്നതാണ്. ക്ലിയർ ആയല്ലോ? ഇനി നിയമന സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. നിയമന സ്വഭാവം എന്താണ്? ഇതൊരു താൽക്കാലിക നിയമനമാണ്. ഇത് സർക്കാരിലെ സ്ഥിരമായോ താൽക്കാലികമായോ ഉള്ള ഒരു ജോലിക്ക് പരിഗണിക്കില്ല. വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. അതായത് ഇങ്ങനെ സ്പെഷ്യൽ പോലീസിങ്ങിനായി പറഞ്ഞ് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിലും ഈ സർട്ടിഫിക്കറ്റോ മുൻപോട്ടുള്ള ജീവിതത്തിലെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥിര ജോലിക്കോ താൽക്കാലിക ജോലിക്കോ ഉള്ള ഒരു എന്താ പറയുക മുൻഗണനയായിട്ട് പരിഗണിക്കില്ല. മനസ്സിലായല്ലോ? ഭാവിയിൽ പോലീസ് സേനയിലേക്കുള്ള നിയമനങ്ങൾക്ക് ഇവർക്ക് മുൻഗണന അവകാശപ്പെടാനും സാധിക്കില്ല. കണ്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. സോ നോർമലായിട്ട് എങ്ങനെയാണോ പോലീസിലേക്ക് ആൾക്കാരെ എടുക്കുന്നത് അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഇവർക്കും എടുക്കുക. ഇവർക്ക് പ്രത്യേക മുൻഗണനയൊന്നും ലഭിക്കില്ല. ഇതൊരു താൽക്കാലിക നിയമനം മാത്രമാണ്. സ്പെഷ്യൽ പോലീസിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ പോലീസർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് മാത്രം ഇതിലേക്കുള്ള ഒരു മുൻഗണന ലഭിക്കില്ല. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. ക്രമസമാധാനം നിലനിർത്തുന്നതിന് വലിയ തോതിൽ ജനങ്ങളുടെ സഹായം ആവശ്യമായി വരുന്ന പ്രത്യേക സാഹചര്യങ്ങളിലാണ് ഇവരെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഉദാഹരണത്തിന് വലിയ ഉത്സവങ്ങൾ, ഇപ്പോൾ തൃശ്ശൂർ പൂരമൊക്കെ, അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പുകൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ചൂരൽമല സംഭവമൊക്കെ, അതേപോലത്തെ സിറ്റുവേഷനിലൊക്കെ ഈ അധികാരം വിനിയോഗിക്കുന്നതാണ്. മനസ്സിലായല്ലോ? വലിയ ക്രമസമാധാനം നിലനിർത്തുന്നതിന് വലിയ തോതിൽ ജനങ്ങളുടെ സഹായം ആവശ്യമായി വരുന്ന പ്രത്യേക സാഹചര്യങ്ങളിലാണ്, അഥവാ വലിയ ഉത്സവങ്ങൾ, തെരഞ്ഞെടുപ്പുകൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ഈ സാഹചര്യത്തിലാണ് ഈ അധികാരം അഥവാ സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കാനുള്ള അധികാരം വിനിയോഗിക്കുന്നത്. ക്ലിയർ ആയോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. വകുപ്പ് 98 സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 98. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ശ്രദ്ധിച്ചേ. കേരള പോലീസ് ആക്ട് 117 വകുപ്പ് പ്രകാരം പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള പരമാവധി ശിക്ഷ എത്രയാണ്? പരമാവധി എന്ന് പറയുന്നുണ്ട് കേട്ടോ. പരമാവധി ശിക്ഷ കേരള പോലീസ് ആക്ട് 117 വകുപ്പ് പ്രകാരം പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള പരമാവധി ശിക്ഷ എത്രയാണ്? പരമാവധി ശിക്ഷ എന്ന് പറയുമ്പോൾ ഇതിലുള്ള ഏറ്റവും കൂടുതൽ ഓപ്ഷൻ ഡി 3 വർഷമാണ് കേട്ടോ. ഓപ്ഷൻ ഡി 3 വർഷമാണ് പരമാവധി ശിക്ഷ. അപ്പൊ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടത്? 117 വകുപ്പിൽ എന്താ പറയുന്നത് നോക്കിക്കേ. വകുപ്പ് 117
പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള ശിക്ഷ. പെനാൽറ്റി ഫോർ ഇന്റർഫിയറിംഗ് ഇൻ പോലീസ് ഡ്യൂട്ടീസ്. പെനാൽറ്റീസ് ഫോർ ഇന്റർഫിയറിംഗ് ഇൻ പോലീസ് ഡ്യൂട്ടീസ് ആണ് പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള ശിക്ഷ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്നതിനെ തടസ്സപ്പെടുത്തുകയോ അതിൽ ഇടപെടുകയോ ചെയ്യുന്ന വ്യക്തികൾക്കെതിരെയുള്ള നടപടികളെക്കുറിച്ചാണ് ഈ വകുപ്പ് പറയുന്നത്. അതായത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയുവാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുവാണ്? ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈലന്റ് ആയിട്ട് ആ സ്ഥലത്തിലേക്ക് ചെല്ലുവാണ്. സോ പോലീസ് ഉദ്യോഗസ്ഥൻ ചെല്ലുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, ഇവിടേക്ക് ചെല്ലാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണത്തിനെ തടയുക എന്ന് പറഞ്ഞതിൽ പെടുവോ? ആ വ്യക്തികൾക്കെതിരെയുള്ള നടപടികളാണ് ഈ വകുപ്പിൽ പറയുന്നത്. ഈ വകുപ്പ് പ്രകാരം ഒരാൾക്ക് താഴെ പറയുന്നവ ചെയ്താൽ കുറ്റക്കാരനാകുന്നു. അപ്പൊ എന്തൊക്കെയാണ് നിയമത്തിൽ പറയുന്നത്? നിയമത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ ജോലികൾ തടസ്സപ്പെടുത്തുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാതെ തടഞ്ഞു വെക്കുകയൊക്കെ എന്താണ്? ആ നിയമപരമായ ജോലികളെ തടസ്സപ്പെടുത്തുകയാണ്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുകയോ ആക്രമിക്കുകയോ ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അദ്ദേഹം വലിയൊരു ഗ്യാങ്ങിൽ ഒരാളാണ്. അപ്പോൾ ഓടിച്ചെന്ന ഗ്യാങ്ങിലത്തെ ആൾക്കാർക്ക് പറയുകയാണ്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുന്നു? നീ ഇപ്പം തന്നെ തിരിച്ചു വെക്കോ, ഇവിടെ നിന്നാൽ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണ്. അല്ലെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ അടിക്കണം അവനെ എന്ന് പറഞ്ഞ് കുറേ പേരെ വെച്ച് അടിപ്പിക്കുകയാണ്, ആക്രമിക്കുകയൊക്കെയാണ് ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന സെക്ഷൻ പ്രകാരം ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തി എന്ന് പറയുന്നത് സിനിമയിൽ കേട്ടിട്ടുണ്ടാവും നിങ്ങളത്. ഔദ്യോഗിക കൃത്യനിർവഹണ തടസ്സം വരുത്തുന്ന പേരിൽ എന്ത് ചെയ്യുന്നു? അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്. ഇനി മൂന്നാമതായി പറയുന്നത് എന്താണ്? നിയമപരമായ പരിശോധനകൾക്കോ മറ്റോ പോലീസ് ആവശ്യപ്പെടുന്ന രേഖകൾ നൽകാൻ വിസമ്മതിക്കുകയോ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ നൽകി വഴിതെറ്റിക്കുകയോ ചെയ്യുക. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മൾ മുൻപ് പഠിച്ച ക്ലാസ്സുകളിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. അതായത് തെറ്റായ വിവരങ്ങൾ നൽകുക. ഗൂഢാലോചനയെ കുറിച്ച് അറിഞ്ഞിരുന്നിട്ടും തെറ്റായ വിവരങ്ങൾ നൽകുക എന്ന് പറയുന്നത് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ ക്ലാസ് കാണാത്തവരാണെങ്കിൽ ക്ലാസ്സുകൾ കാണുക കേട്ടോ. മുന്നത്തെ ക്ലാസ്സുകളായിട്ട് നമ്മൾ BNS എടുത്തിട്ടുണ്ട്, BNSS എടുത്തിട്ടുണ്ട്, BSA എടുത്തിട്ടുണ്ട് കേട്ടോ. 3 ക്ലാസ്സും വളരെ വ്യക്തമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ പ്ലേസ് ചെക്ക് ചെയ്യാൻ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക. ചാനലിൽ പ്ലേലിസ്റ്റ് ഉണ്ട്, സ്പോർട്സ് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് കാണും. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് 4ാമത്തെ ക്ലാസ്സാണ് കേരള പോലീസ് ആക്ട്. ഇനി നിങ്ങൾക്ക് ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഓക്കെ, എന്നാൽ തിരിച്ചു വരുവാണെന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ നിയമപരമായ പരിശോധനകൾക്കോ മറ്റോ പോലീസ് ആവശ്യപ്പെടുന്ന രേഖകൾ നൽകാൻ വിസമ്മതിക്കുക. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇയാൾ ക്രിമിനൽ ആണ് എന്ന് തോന്നിയതിന് ശേഷം പറയുവാണ് ആധാർ കാർഡ് കാണിക്കട എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ID കാർഡ് കാണിക്കട എന്ന് പറയുന്ന സമയത്ത് ID കാർഡ് കാണിക്കാൻ വിസമ്മതിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ഈ പറയുന്ന കൃത്യനിർവഹണ തടസ്സമാണ് കേട്ടോ. അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ നൽകി വഴിതെറ്റിക്കുക. അതായത് പേര് മാറ്റി പറയുക, അഡ്രസ്സ് മാറ്റി പറയുക, അതൊക്കെ ചെയ്യുന്ന എന്താണ്? തെറ്റായ വിവരങ്ങൾ നൽകി വഴിതെറ്റിക്കുകയാണ്. ആ സ്ഥാനത്തും എന്ത് പറയും? ഈ പറയുന്ന കൃത്യനിർവഹണ തടസ്സം വരുത്തി എന്ന് പറഞ്ഞതിലാണ് ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആയോ? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? ശരി. ഇനി ശിക്ഷാ നടപടികൾ എന്തൊക്കെയാണ് അതിനുമായി ബന്ധപ്പെട്ടിട്ട്? 117 പ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്ന വ്യക്തിക്ക് 3 വർഷം വരെ തടവ്. ഇതാണ് നമുക്ക് ചോദ്യമായിട്ട് വന്നത് കേട്ടോ. 3 വർഷം വരെ തടവ് ശിക്ഷയോ അല്ലെങ്കിൽ 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ലഭിക്കാവുന്നതാണ്. സോ 3 തരത്തിലാണ് ശിക്ഷ ലഭിക്കുന്നത്. ഒന്നുകിൽ 3 വർഷം വരെ തടവ് ശിക്ഷ, അല്ലെങ്കിൽ 10,000 രൂപ പിഴ. ഇവ രണ്ടും ഒരുമിച്ച് ലഭിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. 3 വർഷം, 10,000 രൂപ, അല്ലെങ്കിൽ ഇവ രണ്ടും, ബോത്ത് എന്നാ പറയുന്നത്, രണ്ടും ചേർത്തിട്ടും ശിക്ഷ ലഭിക്കാം. ക്ലിയർ ആയല്ലോ? പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക കേട്ടോ. പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്നതിന് ശിക്ഷ. ഇതാണ് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ലാസ്റ്റ് പോയിന്റ്. ഒന്നുകൂടെ പറയുകയാണ്, ശ്രദ്ധിച്ചു വെക്കുക. പോലീസ് പരിശോധനയ്ക്ക്, നിയമപരമായ പരിശോധനകൾക്കോ മറ്റോ പോലീസ് ആവശ്യപ്പെടുന്ന രേഖകൾ നൽകാൻ വിസമ്മതിക്കുക. അതായത് ഇപ്പോൾ ഒരു ചെക്കിങ്ങിന്റെ സമയത്ത് എന്ത് ചെയ്യുകയാണ്? പോലീസ് ഇങ്ങനെ ഒരു ഡ്രഗ്സ് സ്മഗിൾ ചെയ്യുന്ന കേസ് അന്വേഷിക്കുന്ന സമയത്ത് ഒരു ബൈക്കിൽ വരുന്ന ഒരാളുടെ അടുത്ത് തടഞ്ഞു നിർത്തിയിട്ട് ലൈസൻസ് ചോദിക്കുകയാണോ, RC ബുക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? നിയമപരമായ പരിശോധനയാണ് അല്ലേ? ആ സമയത്ത് ആവശ്യപ്പെടുന്ന രേഖകൾ നൽകാൻ വിസമ്മതിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ശിക്ഷയിൽ വരും കേട്ടോ. കൃത്യനിർവഹണത്തെ തടസ്സം വരുത്തി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തെറ്റായ വിവരം നൽകുക, മറ്റൊരാളുടെ ഫേക്ക് ID കാർഡ് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ, അഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി പറയുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? പോലീസിനെ വഴിതിരിച്ചു വിട്ടു എന്ന് പറയുന്നതിലും ഈ പറയുന്ന കൃത്യനിർവഹണ തടസ്സമായിട്ട് കണക്കാക്കും. 3 വർഷം വരെ ശിക്ഷ, അല്ലെങ്കിൽ 10,000 രൂപ പിഴ, അല്ലെങ്കിൽ ഇത് 3ഉം ചേർത്ത് ലഭിക്കും. വ്യക്തമായോ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ ആണോ? എല്ലാം ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 2025 WCPOയ്ക്കും CPOയ്ക്കും ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. സോ നിങ്ങൾക്ക് 3 മാർക്കാണ് KP ആക്ടിൽ നിന്ന് വരുന്നത്. സോ 3 ചോദ്യങ്ങൾ വീതം ഉണ്ട് കേട്ടോ. 2 എക്സാമിൽ 3 ചോദ്യങ്ങൾ നമ്മൾ വീതം 6 ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയത്. ആ 6 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വ്യക്തമായ കാര്യങ്ങൾ, ഓക്കെ, എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ബെയർ ആക്ടിലുള്ള പ്രൂഫ് അടക്കം ഞാൻ കാണിച്ചിട്ടുണ്ട്. ചില ചോദ്യങ്ങളിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്?
ഈ പറയുന്ന പ്രൂഫ് കൂടി കാണിച്ചിട്ടുണ്ട് കേട്ടോ. സോ ഡൗട്ട് ഒന്നുമില്ല, എല്ലാവരും ഇനി കൺഫ്യൂഷൻ അടിക്കേണ്ട ഇതൊക്കെ ഞങ്ങളുടെ സിലബസിലുള്ളതാണോ സിലബസിൽ ഇല്ലേ എന്നുള്ളതല്ല. ചോദ്യം എന്താണ്, ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചതാണ്, ചോദ്യങ്ങൾ എക്സാമിന് ചോദിച്ചാണ്. സോ അതിലുള്ള ഓപ്ഷനുകളെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സിലബസിൽ ഉണ്ടോ ഇല്ലയോ നോക്കി പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സിലബസിലുള്ള മാത്രം പഠിച്ച് അവിടെ ഇരുന്നേ വരുള്ളൂ. PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിൽ നിന്ന് പുറത്തുനിന്ന് വരാമെന്ന് PSC വളരെ വ്യക്തമായിട്ട് സിലബസിൻ്റെ ലാസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ സിലബസ് മാത്രം പഠിക്കുന്നവർ അങ്ങനെ പഠിച്ചു പോവുക, പ്രശ്നമൊന്നുമില്ല. അല്ല എന്നുള്ളവർ, നന്നായി പഠിക്കണം എന്നുള്ളവർ ഇങ്ങനെ രീതിയിലൂടെ പഠിച്ചു നോക്കുക, ഓപ്ഷനിലൂടെ പഠിച്ചു പോവുക. ഓക്കെ അല്ലേ മക്കളെ? അത്രേ പറയാനുള്ളൂ. ഇനി നിങ്ങളുടെ ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, ഇതേപോലെ തന്നെ CPO സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ 4ാമത്തെ ക്ലാസ്സാണ്. നിങ്ങളുടെ സപ്പോർട്ട് വിചാരിച്ച രീതിക്ക് നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് പഠിക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ചാണ് നമ്മൾ ക്ലാസ്സുകൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക, നമ്മുടെ ഡെഡിക്കേഷൻ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും, ഹൈപ്പ് കൂടെ എനേബിൾ ചെയ്യുക. എൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. സോ കൂടുതലൊന്നും പറയാനില്ല, എല്ലാവരും നന്നായി പഠിക്കാം. നമുക്ക് ദിവസങ്ങൾ കുറഞ്ഞു വരുവാണ്. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ മറ്റ് ക്ലാസ്സുകൾ ചെക്കൗട്ട് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾ ഇതിൻ്റെ ഫോളോയിങ് ആയിട്ട് വരും. അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വീഡിയോ വിജയിപ്പിക്കുക, അതിനനുസരിച്ച് ക്ലാസ്സുകൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തൂട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ അത്രയേ ഉള്ളൂ. ദിസ് ഈസ് വില്ലൻ സൈനിങ് ഓഫ്. മറ്റു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.